ഹായ് ഫ്രണ്ട്സ്, ഇടുക്കി കിച്ചണിലോട്ട് വന്നവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇന്ന് ഞാൻ ഫുഡ് റെസിപ്പി ആയിട്ടല്ല വന്നത്. നമുക്കൊന്ന് ചെടിച്ചട്ടി ഉണ്ടാക്കിയാലോ? ആദ്യമായിട്ടാണ് ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത്. അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാകും, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ടൈലിൻ്റെ ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിവിടെ കിടന്ന പഴയ ടൈൽ കഷ്ണങ്ങളാണ്. നമുക്കിത് മുട്ടി കൊണ്ട് കഷ്ണങ്ങളാക്കി എടുക്കാവേ. ഇതിനു വേണ്ടി ഒരു ചെറിയൊരു ബക്കറ്റ് പഴയത് മതി, പഴയ കോട്ടൺ തുണി, 2.5 കിലോ സിമൻറ്റ്, ഒരു കവറ്, പിന്നെ ടൈലും. ഇത്രയും സാധനമാണ് ചെടിച്ചട്ടി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. ഇതൊന്ന് കഴുകിയെടുക്കാവേ, മണ്ണൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ടൈലെടുക്കുമ്പോൾ കൈമുറിയാതെ നോക്കണേ. എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. നമുക്കാകെ ചിലവുള്ളത് സിമെൻറ്റിന് മാത്രമാണ്, ബാക്കിയെല്ലാം ഇവിടെ ഉള്ളതല്ലേ. ടൈൽ വീട്ടിലില്ലെങ്കിൽ ടൈലിൻ്റെ കടയിൽ വേസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടാവും, അവിടെ പോയാൽ കിട്ടും. ഇതാണ് നമ്മുടെ ബക്കറ്റ്, പഴയ പെയിൻറ്റിൻ്റെ ബക്കറ്റാണ്. ഇതിങ്ങനെ ഒന്ന് മുറിച്ചു കൊടുക്കണേ. ഈ കവറൊന്ന് ഈ ബക്കറ്റിൽ ഇട്ട് കൊടുക്കാവേ. നിങ്ങൾക്ക് ഏത് ബക്കറ്റും എടുക്കാവേ. നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണേ. ഈ ബക്കറ്റിൻ്റെ വലിപ്പത്തിൽ വേണം തുണിക്കഷ്ണം എടുക്കാൻ. അത് 2 എണ്ണം വേണം. പിന്നെ മുകളിലോട്ടായിട്ട് ഇടാൻ വേണ്ടി ചെറിയ കഷ്ണം 3 എണ്ണം വേണം. 2 വലിയ തുണിക്കഷ്ണങ്ങളുമാണ്, പിന്നെ 3 ചെറിയ കഷ്ണങ്ങളുമാണ് എടുത്തത്. നമുക്ക് ഈ തുണിക്കഷ്ണങ്ങൾ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുക്കാവേ. നല്ലോണം പിഴിഞ്ഞെടുക്കണേ. നമുക്ക് സിമൻ്റ് ഒന്ന് കുഴച്ചെടുക്കാവേ. പേസ്റ്റ് രൂപത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ദാ ഇതുപോലെ ഇരിക്കണം കേട്ടോ. നനച്ച തുണി ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ആ സിമൻറ്റ് ഇതിലോട്ട് നല്ലവണ്ണം പിടിപ്പിക്കണേ. കയ്യിൽ എന്തെങ്കിലും കവറിട്ടിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ഗ്ലൗസ് എങ്കിലും ഇടണം, ഇല്ലെങ്കിൽ കൈ പൊള്ളും. ഇതുപോലെ നമുക്ക് വെച്ചെടുക്കാവേ. ഫുള്ളായിട്ട് കവർ ചെയ്യണേ. ഇത് നീങ്ങാതിരിക്കാൻ വേണ്ടി മുകളിൽ വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും വെച്ച് കൊടുക്കണേ. നല്ലവണ്ണം ശ്രദ്ധിച്ച് ചെയ്യണേ. അടുത്ത തുണിയും കൂടി ഇങ്ങനെ തന്നെ എടുത്ത് ചെയ്യാവേ. തുണിയിൽ നല്ലവണ്ണം സിമൻറ്റ് ആണേ. നമുക്ക് ഈ ഭാഗത്തോട്ട് കൂടി ആക്കിയിട്ട് അങ്ങോട്ടേക്ക് ആക്കാവേ. അങ്ങനെ 2 തുണി ചെയ്തെടുത്തു. ഇവിടെ 2 തുണി മാത്രം മതി. മുകളിലാണ് 3 തുണി വേണ്ടത്. അത് ചെറിയ തുണിയാണ്. മുകളിലിടുന്ന തുണിയിൽ ഹോൾ ഇട്ട് കൊടുക്കണേ. തുണിയുടെ നടുക്കായിട്ട് കത്രി കൊണ്ട് മുറിച്ചു കൊടുക്കാവേ. നമുക്കിത് സിമെൻറ്റിൽ മുക്കി ഇട്ട് കൊടുക്കണേ. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ. രണ്ടാമത്തതും ഇട്ട് കൊടുക്കാവേ. തുണിയിൽ നല്ലവണ്ണം സിമെൻറ്റ് മുങ്ങണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ ഓൾ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി മൂന്നാമത്തതും ഇട്ട് കൊടുക്കാവേ. ഇനി സിമൻറ്റ് ഫുള്ളായിട്ട് കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കാവേ. നല്ലോണം തേച്ച് പിടിപ്പിക്കണേ. ഇനി ടൈൽ കഷ്ണങ്ങൾ അടിഭാഗത്തൊന്ന് മേലോട്ടേക്ക് വെച്ചുകൊടുക്കാവേ. ടൈൽ കഷ്ണങ്ങൾ സിമെൻറ്റിൽ മുക്കിയിട്ട് വെച്ചുകൊടുക്കണേ. അങ്ങനെയെല്ലാം ചെയ്തെടുക്കാവേ. ടൈലെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രഷ് കൊണ്ട് സിമെൻറ്റിൽ മുക്കി തേച്ചെടുക്കാവേ. ടൈൽ കഷ്ണങ്ങൾ ഇവിടെയും വെക്കണേ. ചട്ടിയുടെ അടിഭാഗത്തായിട്ടാണ് വരാൻ. എല്ലാ ഭാഗത്തും സിമെൻറ്റ് തേച്ച് പിടിപ്പിക്കണേ. സിമെൻറ്റ് ഉണങ്ങുന്നതിന് മുൻപേ നനഞ്ഞ തുണിയെടുത്തിട്ട് ടൈലിൻ്റെ മുകളിൽ തുടച്ചെടുക്കാവേ. ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ചിരണ്ടി എടുക്കാൻ കുറച്ച് പാടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ടാകും, അത് ചിരണ്ടി എടുത്താൽ മതി. ഇതിവിടെ ഇരിക്കട്ടെ. 24 മണിക്കൂർ കഴിഞ്ഞാൽ നോക്കാം. ദാ 24 മണിക്കൂർ ആയിട്ടുണ്ട്. ടൈലിൻ്റെ മുകളിലുള്ള സിമെൻ്റൊക്കെ നമുക്ക് ചിരണ്ടി എടുക്കാവേ. എന്നിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കണേ. ഇത് തിരിച്ച് വെക്കാവേ. നമുക്ക് ബക്കറ്റ് പുറത്തേക്ക് എടുക്കണ്ടേ. കവർ പുറത്തേക്ക് ആക്കണേ. എന്നിട്ട് ആ മുറിച്ച ഭാഗമില്ലേ ബക്കറ്റിൻ്റെ,
ആ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ ചെറുതും വലുതുമാക്കിയിട്ട് ഇതാ ലൂസാക്കി എടുത്താൽ മതി. പെട്ടെന്ന് വരും. ആ കവറും മാറ്റാവേ. നമുക്കിനി കുറച്ച് സിമെന്റും കൂടി കുഴച്ചെടുക്കാവേ. പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണേ. ദാ ഇതുപോലെ ആക്കിയെടുക്കാവേ. ഈ ബ്രഷ് കൊണ്ട് ചട്ടിയുടെ ഉൾഭാഗം സിമെന്റ് കൊണ്ട് തേച്ച് പിടിപ്പിക്കാവേ. എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണേ. അകത്ത് തേക്കുമ്പോൾ ആ ഓള് ഒഴിവാക്കിയിട്ട് വേണം സിമെന്റ് തേക്കാൻ. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ 2-3 ദിവസം വരെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് മണ്ണ് നിറച്ചാൽ മതി. പിന്നെ ഞാൻ 2 വലിയ ചട്ടിയും 2 ചെറിയ ചട്ടിയുമാണ് ഉണ്ടാക്കിയത്. ഇതെന്റെ മക്കൾ പെയിന്റ് അടിച്ചതാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചെടിച്ചട്ടിയാണ്. അങ്ങനെ ഞാനും ഉണ്ടാക്കി ചെടിച്ചട്ടി. കുറേ നാളായി ആഗ്രഹിക്കുന്നു ഒന്ന് ചെടിച്ചട്ടി ഉണ്ടാക്കാൻ വേണ്ടി. അതിപ്പോൾ സാധിച്ചു. ഭയങ്കര സന്തോഷായി. ഇതിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.